ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 2 താരങ്ങളെയാണ് ഈ ജനുവരിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു വിദേശ താരം എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് നേരത്തെ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു സൈനിങ് കൂടി നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മാർക്കസ് മെർഗുലാവോ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആശിഷ് നേഗി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. കുറച്ചു മുൻപ് അദ്ദേഹം തൻ്റെ ഖേൽ നൗ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വന്നിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വിദേശ പ്രതിരോധ നിര താരത്തെ എത്തിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു വിദേശ സെൻട്രൽ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനുള്ള സാധ്യത അവിടെയുണ്ട്. പക്ഷെ അത് മിലോസ് ഡ്രിൻസിച്ചിൻ്റെ ഭാവിയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അതായത് നിലവിൽ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ മിലോസ് ഡ്രിൻസിച്ച് അവൈലബിൾ ആണ്. അദ്ദേഹത്തെ മറ്റു ക്ലബ്ബുകൾക്ക് കൈമാറാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ്. ISL ക്ലബ്ബുകൾക്കും I ലീഗ് ക്ലബ്ബുകൾക്കും കൈമാറാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ക്ലബ്ബുകൾ രംഗത്ത് വന്നോ എന്ന കാര്യത്തിൽ അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡ്രിൻസിച്ചിനെ ഒഴിവാക്കാൻ സാധിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വിദേശ സെന്റർ ബാക്കിനെ കൊണ്ടുവരികയുള്ളൂ. ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനു മുൻപ് ഡ്രിൻസിച്ചിനെ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുക, പകരം ഒരു വിദേശ സെന്റർ ബാക്കിനെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഒരല്പം സങ്കീർണമായ കാര്യമാണ്. ഇനിയിപ്പോൾ അതിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഡ്രിൻസിച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.